ഹായ് ചങ്കുകൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ നമ്മളെ ഇന്നൊരു പുതിയ ഐറ്റം സെറ്റ് വന്നാണ്. ഇപ്പൊ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മളിപ്പോ എപ്പോഴും ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി വയ്ക്കുമ്പോ സാധാരണ മസാല ഒക്കെ ഇട്ട് മല്ലിപ്പൊടി, മുളകുപൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കാറ്. നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം. ആക്ച്വലി നമ്മൾ ക്രീമായിട്ടുള്ള ചിക്കൻ, അത് പല ജപ്പാൻ ചിക്കൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ രീതിയിൽ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ രീതിയിൽ ഉണ്ടാക്കും. നല്ല അടിപൊളി സാധനം കേട്ടാ. ഇതില് ചപ്പാത്തി, പൊറോട്ട, പത്തിരി ഒക്കെ എത്തും. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം, എരിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്, അല്ലെ? അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ അതിനുമുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ജപ്പാൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രീതിയിലിട്ട് ഉണ്ടാക്കുന്നത്. ശരിക്കും ജപ്പാൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ പശുമ്പാലൊക്കെ ഉണ്ടാക്കാം, ക്രീം പാലപ്പിടിച്ച് നമ്മൾ നമ്മളെ രീതിയിൽ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, പിന്നെ ഒരു 50 ഗ്രാം കശുവണ്ടി അരച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി, പിന്നെ നാളികേരത്തിന്റെ 1/4 പാല്, 2/2 പാല്, 1/4 പാല്, പിന്നെ നമുക്ക് ബട്ടർ, പിന്നെ നമുക്ക് വറക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ ആണ്. ഇത് സൺഫ്ലവർ ഓയിൽ നല്ലത്, വെളിച്ചെണ്ണക്കാണ് നല്ലത്. ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ നല്ലത്. നമുക്ക് നേരെ ഇനി ഇതൊക്കെ ഉണ്ടാക്കാം, അല്ലേ? നമുക്ക് ഒക്കെ ഇത് കുറച്ച് ഇതിനകത്ത് നമുക്ക് ചിക്കനിൽ സാധനമൊക്കെ ഒന്ന് പരട്ടി വയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് പരട്ടി വയ്ക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ലേശം കൂടി ഇടാം നമുക്ക്. പിന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ മൈദ, കുറച്ചുള്ള ചിക്കൻ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ലേശം കൂടി കിടക്കട്ടെ, ഇതിൽ എന്തെങ്കിലും എരിവ് വേണ്ടല്ലേ? ആവശ്യമുള്ള ഉപ്പ്. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് കാര്യമുണ്ട്, ഇതിനകത്ത് മറ്റേ മുളക് പൊടി, പച്ചമുളക് ഒന്നും ചേർക്കണില്ലേ? ഒന്നുമില്ല. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കനിൽ പരത്തി വയ്ക്കാം. നമുക്ക് ചിക്കൻ പരട്ടാം. നമ്മൾ കൈ കൊണ്ട് മിക്സ് ആക്കിയാലേ അത് ശരിയാവുള്ളൂ. ഇത്ര ഐറ്റംസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ മറ്റേ ഗരം മസാല ഒന്നുമില്ല, എരിവിനായിട്ട് കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഒരു ലേശം ഉള്ളൊരു നമ്മളിപ്പോൾ കഴുകി വാരി വെച്ചെത്തി എല്ലാ വെള്ളം പറ്റി, കുറച്ച് വെള്ളം കുതിരാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് തൊട്ട് ഇരിക്കട്ടെ കേട്ടോ. നമ്മൾ ലൈറ്റായിട്ട് പരട്ടി വെച്ചിട്ടുള്ളൂ. നമ്മൾ വെളുത്തുള്ളി നിർമ്മില്ല, ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് തൊട്ട് ഇരിക്കട്ടെ. ഇത് 10 മിനിറ്റ് ഉണ്ടാവില്ലേ? നമുക്കപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാം. ഇത്ര മതി. അപ്പൊ നമുക്ക് എണ്ണ ചൂടായി വറുത്തെടുത്തല്ലേ? ആദ്യം കാല് വറുക്കാം. കാല് വറുത്തതായി എന്ന് പറഞ്ഞിട്ട് വരുമോ? വറക്കാനൊന്നും പറ്റില്ല. ഈ കുറച്ച് വെക്കാൻ മതി, ചെറുതാക്കി വെക്കാം. നീ ചപ്പാത്തി കരണ്ട എണ്ണയില്ല, ഇനി ബട്ടർ നമ്മളൊരു താജ്മഹാള് പണിഞ്ഞു ഇതുകൊണ്ട്, ചിക്കൻ കൊണ്ട്. നമ്മള് താജ്മഹാള് പണിയും. ഈ ചിക്കനിൽ വെച്ച പറഞ്ഞ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ ഈ പത്തിരി എല്ലാത്തിനും അടിപൊളി സാധനമാണ്. എന്ത് ചപ്പാത്തിക്ക് കുഴപ്പം?
കുഴപ്പമുണ്ടായിട്ടില്ല. പിള്ളേർക്ക് ബാക്കി വെക്കില്ല, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മളെ മക്കള്. അല്ല നമുക്കൊക്കെ കുറച്ച് എരിവ് കൂടുതലാണ്. എരിവ് വേണം. പക്ഷേ നമുക്ക് ഏറ്റവും നമ്മള് മലയാളികളാണ് ഏറ്റവും കൂടുതൽ എരിവ് ഉപയോഗിക്കുക. സ്നേഹത്തുമ്പി ഞാനിവിടെ കൂടെ തുമ്പി കേറണ്ടേ പാട്ട്? പാട്ടൊക്കെ അറിയോ? സ്നേഹത്തുമ്പി വിളിച്ചപ്പോഴാ നിന്റെ സങ്കടമാണ്. എന്താ മാരിയാക്കൊക്കെ ഒറ്റ ചിക്കൻ വറക്കണം. മണം വന്നപ്പോ പത്തിയ പക്ഷെ ഞാനിപ്പോ ഈ വറുത്തുന്ന ഒരു കഷ്ണം എടുക്കുന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മള് എന്തായാലും മസാല ഇട്ടാലും ഇപ്പൊ മസാല കുറെ കൂടിയോണ്ട് കറി നന്നാവണമെന്നില്ല. പിന്നെ ഇതില് മറ്റേ മസാല പൊടി ഇടുവോ? ഇല്ല, കുരുമുളക് പൊടി. കുരുമുളക് ഇതാണ്. നമ്മള് ആദ്യത്തെ സെറ്റ് വറുത്ത് കോരാണ്. ചെറിയ പീസ് ഒന്നും ഇല്ലല്ലേ നോക്കാൻ. നമ്മൾ മുളക് തേച്ച് ഉണ്ടാക്കണതും ഇതും വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ചിക്കനും കുറവായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ചിക്കൻ റെഡിയുണ്ട്. അപ്പോൾ നമുക്കതും കോരിപ്പിക്കാം. അപ്പോൾ നമുക്കിനി ഇത് മാറ്റിയിട്ട് കറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അല്ലേ? ഇത് കഴിഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കാം. നമുക്ക് ഒരു 50 ഗ്രാം ബട്ടർ അതുണ്ടാവും. ഉണ്ടാവും. അടുത്ത് പിടിച്ചിട്ടാ അപ്പോൾ നമ്മൾ ബട്ടർ അധികം ചൂടാവേണ്ട. ചൂടാറിയ ബട്ടറിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി കേട്ടോ. വീണോ ഇപ്പം നമ്മൾ വറുത്ത കഷ്ണം കണ്ട ടേസ്റ്റില്ലേ? ആ സൂപ്പർ. കണ്ട നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കണ നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഇഞ്ചി, കുരുമുളക് പൊടി. അപ്പം അധികം നോക്കണ്ട. നമുക്കിനി ചിക്കൻ ഇടാം. നമുക്ക് അപ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ട്. പക്ഷെ അപ്പം സ്റ്റൂ പോലാവും, വകുപ്പ് മാറും. അപ്പം ഇതിന്ന് വേവട്ടെ. ചെറിയ തീയിൽ വയ്ക്കുന്നത് എന്താ ഏറാണ് നോക്കട്ടെ. വേവട്ടെ വേവട്ടെ. കുറച്ച് 5 മിനിറ്റ് കിടക്കണം. നമ്മളിപ്പോ ഒരു 3/4 വേവ് അതിന് വറുത്തെടുത്തിട്ടുണ്ട്. മൂടിയൊക്കെ തന്നെ ഉപ്പിട്ട് നോക്കിയേ. ഓ അങ്ങനെ ഉണ്ടല്ലേ. ഉപ്പ് കുറവാ. അവർക്കുണ്ടോ ഉപ്പ് ഇടണം. ഇനി വേണം നോക്കിട്ടിട്ടാണ്. ഉണ്ട് നീ കഷ്ണത്തുമ്പോ ഇതാണ്. കളിച്ചിട്ട് കളിച്ച് ക്ഷീണം വന്നവന്. അപ്പൊ നമ്മളെ കറിയൊക്കെ നന്നായിട്ട്, ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് 50 ഗ്രാം നിറച്ചിട്ടുണ്ട്. അത് കൂട്ടാൻ നോക്കിനകത്ത്
ഇത് അടിപൊളിയാവട്ടാ, പൊളിക്കും നമ്മള്. നമുക്ക് ഇനി അടുത്ത പരിപാടി വെച്ചത് തുണ്ടൻ പഞ്ചസാര, ഒരു ലേശം ഉള്ളു കേട്ടാ, അധികം തുണ്ടേ, ഒരു മുള്ളു പഞ്ചസാര. ഞങ്ങളിടും. നമുക്ക് ഇനി ഫൈനൽ ടച്ച്, തീ ചെറുതാക്കി വയ്ക്കുക. ചെറുതാക്കി വയ്ക്കണേ, തലപ്പാല് 1 പാലല്ലേ, കട്ടിയുള്ള പാല്. പത്തിരി, ചപ്പാത്തി, പൊറോട്ട എന്തിനും പറ്റൊരു കറി. ക്രീം ചിക്കൻ, ജപ്പാൻ ചിക്കൻ എന്ന് പറയും. അപ്പോൾ നമുക്കിനി തിളക്കാൻ നിൽക്കണ്ട, നമുക്കിനി തീ ഓഫാക്കാം. നമ്മുടെ റെഡി ഉണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ചപ്പാത്തിക്ക് നല്ല അടിപൊളി വെറൈറ്റി ചിക്കൻ കറി. മസാലകളൊന്നുമില്ല, വെറും പാല്, ബട്ടർ, കുരുമുളക്, നിസ്സാര ഐറ്റംസുകൾ, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ ചിക്കൻ നല്ല അടിപൊളി സാധനം. ചപ്പാത്തി, പൊറോട്ട എന്തിനും ഉപയോഗിക്കാം. പത്തിരി നല്ല മസാലകളൊന്നുമില്ല, മറ്റ് മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക് ഒന്നുമില്ല, വെറും വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ബട്ടർ, പാല്. പക്ഷെ എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കിയാൽ നോക്കട്ടാ. ജപ്പാൻ ചിക്കൻ. ഇങ്ങോട്ട് അമ്മോ, കഷ്ടം കഴിച്ചിട്ട് സൂപ്പറായില്ലേ? I like it.